ഓൾ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺട്രാക്റ്റ് അക്കൗണ്ടിലെ മറ്റൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഇതും ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്, സെയിൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഓക്കെ, വെൻ ദിസ് മെറ്റീരിയൽ ഇഷ്യൂ ടു ദ കോൺട്രാക്ട് ആർ ഫൗണ്ട് ടു ബി അൺസ്യൂട്ടബിൾ, ഓക്കെ, ദേ വിൽ ബി സോൾഡ് ഔട്ട്. അതായത് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുള്ള മെറ്റീരിയൽ നമ്മുടെ കോൺട്രാക്റ്റിന് അൺസ്യൂട്ടബിൾ ആണെങ്കിൽ നമ്മൾ അതെന്ത് ചെയ്യും? വിൽക്കും. ഓക്കെ, അങ്ങനെ വിൽക്കുന്ന കേസിൽ ഇഫ് ദ മെറ്റീരിയൽ ആർ സോൾഡ് അറ്റ് പ്രോഫിറ്റ്, നമ്മൾ മെറ്റീരിയൽ വിറ്റിരിക്കുന്നത് പ്രോഫിറ്റിനാണെങ്കിൽ, ഓക്കെ, മെറ്റീരിയൽ വിറ്റിരിക്കുന്നത് പ്രോഫിറ്റിനാണെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ എഴുതുക? ദ സെയിൽസ് പ്രൊസീഡ്സ് ആർ ക്രെഡിറ്റഡ് ടു കോസ്റ്റ് കോൺട്രാക്റ്റ് അക്കൗണ്ട്. ഓക്കെ, കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ നമ്മൾ എത്രയാണോ ആ വിറ്റ എമൗണ്ട് അത് നമ്മൾ എഴുതും. ഓക്കെ, ദെൻ അവിടെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവും. പ്രോഫിറ്റ് ഉണ്ടാവുമ്പം നമ്മൾ എന്ത് ചെയ്യും? പ്രോഫിറ്റിനെ നമ്മൾ ഡെബിറ്റ് സൈഡിലും ആണ് എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുന്നത്. അത് എങ്ങനെയാണ്? സെയിൽസ് വാല്യൂ നിന്ന് കോസ്റ്റ് മൈനസ് ചെയ്തിട്ട് വേണം നമ്മൾ കോൺട്രാക്റ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ അത് മാർക്ക് ചെയ്യാൻ. ഓക്കെ, ഇനി ഇഫ് ദ മെറ്റീരിയൽ ആർ സോൾഡ് അറ്റ് ലോസ്, ലോസിനാണ് നമ്മൾ ആ മെറ്റീരിയൽ വിറ്റതെങ്കിൽ ദ സെയിൽസ് വാല്യൂ ആസ് വെൽ ആസ് ലോസ്, അതായത് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഇസ് ക്രെഡിറ്റഡ് ഇൻ ദി കോൺട്രാക്റ്റ് അക്കൗണ്ട്. അത് എത്രയാണോ ആ ലോസ് ഉണ്ടായത് അത് നമ്മൾ എന്ത് ചെയ്യണം? ആ കോൺട്രാക്റ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ മാർക്ക് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ മെറ്റീരിയൽ സെയിൽ ചെയ്യുമ്പോഴുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുന്നത്. ഒന്ന്, മെറ്റീരിയൽ എന്ത് ചെയ്യാണ്? പ്രോഫിറ്റിന് സെല്ല് ചെയ്യാണ്, ദെൻ മെറ്റീരിയൽ ലോസിന് സെല്ല് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതൊരു പ്രോബ്ലത്തിലൂടെ എങ്ങനെ മനസ്സിലാക്കാം? ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എ ബിൽഡിംഗ് കോൺട്രാക്ടർ കമൻസ് ഓൺ എ വർക്ക് പെർട്ടിക്കുലർ കോൺട്രാക്ട് ഓൺ 1st April 2016. The expenses incurred up to 31st December 2016 were as follows. മെറ്റീരിയൽ ഇഷ്യൂഡ് ചെയ്തത് എത്രയാണ്? 3,50,000 ആണ്. വേജസ് ഉള്ളത് 3,20,000 ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് ഉള്ളത് 79,350. ദെൻ പ്ലാന്റ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് 40,000. ദെൻ എ സൂപ്പർവൈസർ വിത്ത് എ മന്ത്ലി സാലറി ഓഫ് 1,200 has spent about half of his time on this contract. Planned which cost ₹5,000 was lost. അതായത് ഇവിടെ ലോസ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. ലോസ്റ്റ് സംഭവിച്ചാൽ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇൻ ആൻ ആക്സിഡൻറ്റ് ഓൺ 31st December, the planned which cost 10,000 was returned to the store. പിന്നെ 10,000 ഉള്ള ഒരു പ്ലാന്റ് നമ്മൾ സ്റ്റോറിൽ നിന്ന് റിട്ടേൺ ചെയ്തിട്ടുമുണ്ട്. അത് നമുക്കറിയാം എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. ദ സർട്ടൈൻ മെറ്റീരിയൽ കോസ്റ്റിംഗ് 5,000 വിച്ച് were found unsuitable to the contract were sold for 6,000. അതായത് 5,000 രൂപ വിലയുള്ള ഒരു മെറ്റീരിയൽ ഉണ്ടായിരുന്നു, അത് നമുക്ക് സ്യൂട്ടബിൾ അല്ലായിരുന്നു. അത് നമ്മൾ എത്ര രൂപക്കാണ് വിറ്റത്? 6,000 rupeesന് വിറ്റു. അപ്പോൾ അവിടെ പ്രോഫിറ്റിനാണ് വിറ്റത് അല്ലേ? 5,000 രൂപ ആണ് ഒറിജിനൽ, അത് 6,000 രൂപക്ക് നമ്മൾ വിറ്റു. ഓക്കെ, ദ കോസ്റ്റ് ഓഫ് വർക്ക് ഡൺ ബട്ട് സർട്ടിഫൈഡ് വാസ് അൺസർട്ടിഫൈഡ് വാസ് 24,000 വർക്ക് എന്ത് ചെയ്തിട്ടില്ല? അൺസർട്ടിഫൈഡ് ചെയ്ത വർക്കാണ്. വർക്ക് ചെയ്തിരിക്കണം പക്ഷേ സർട്ടിഫൈ ചെയ്തിട്ടില്ല. ഓക്കെ, ദെൻ മെറ്റീരിയൽ കോസ്റ്റിംഗ് ₹31,000. അത് മെറ്റീരിയൽ ഇൻ ഹാൻഡ് തന്നിട്ടുള്ളത് 31,000 ആണ്. വേർ ഇൻ ഹാൻഡ് ഓൺ സൈറ്റ്. ദ കോൺട്രാക്ട് പ്രൈസസ് 15 lakh. Cash received on account up to 31st December amounted to 8 lakh being 80%. 80% വർക്ക് സർട്ടിഫൈഡ് ചെയ്തതിന് അവർ റിസീവ് ചെയ്ത ക്യാഷ് എന്ന് പറയുന്നത് 8 lakh ആണ്. ഓഫ് എ ഓക്കെ, ചാർജ് ഡിപ്രീസിയേഷൻ അറ്റ് 20% per annum on the plan. പ്രിപ്പയർ ദ കോൺട്രാക്ട് അക്കൗണ്ട്. നമ്മളോട് കോൺട്രാക്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ കോൺട്രാക്ട് അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. കോൺട്രാക്ട് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st December 2016. നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ സാധാ പോലെ നമ്മൾ എഴുതുന്നു. ഫസ്റ്റ് മെറ്റീരിയൽ 3,50,000, പിന്നെ വേജസ് 3,20,000, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് 79,350, പ്ലാന്റ് 40,000. പിന്നെ സൂപ്പർവൈസർ സാലറി തന്നിട്ടുണ്ട്. അതായത് സൂപ്പർവൈസർ സാലറി തന്നത് നമുക്ക് എത്ര മാസത്തേക്കുള്ളതാണ്? അതായത് ഇവിടെ നമുക്ക് 9 monthsലേക്കോ ഉണ്ടാവുള്ളൂ. കാരണം നമ്മുടെ കോൺട്രാക്റ്റ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്?
ഫസ്റ്റ് ഏപ്രിൽ 2016 കോൺട്രാക്റ്റ് കൊടുക്കുന്നത്. എൻ്റെ ആ ടൈം എത്രയാണ്? 31 ഡിസംബർ 2016. അപ്പോൾ മൊത്തം എത്ര മാസമുള്ളത്? 9 മന്ത്. അപ്പം 9 മന്തിലേക്കുള്ള സൂപ്പർവൈസേഴ്സിൻ്റെ സാലറി കണ്ടുപിടിച്ചാൽ മതി. അതേപോലെ സൂപ്പർവൈസർ സാലറി പറഞ്ഞിരിക്കുന്നത് ഹാസ് എ സ്പെൻഡ് അബൌട്ട് ഹാഫ് ഓഫ് ഹിസ് ടൈം ഓൺ ഹിസ് കോൺട്രാക്ട്. ഹാഫാണ് പറഞ്ഞത്. അപ്പം 1/2. അപ്പം എത്രയാണ്? 1200 1/2 ഇൻറ്റു 9 മന്ത് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 5400 കിട്ടും. ദെൻ ഇനി നമ്മൾ നെക്സ്റ്റ് വർക്കിംഗ് പ്രോഗ്രസ്സിലോട്ട് പോവാണ്. വർക്കിംഗ് പ്രോഗ്രസ്സിൽ നമ്മൾ വർക്ക് സർട്ടിഫൈഡ് ചെയ്തത് ഏതാ? വർക്ക് സർട്ടിഫൈഡ് ചെയ്തത് 8 lakhൻ്റെ 80% എത്രയാണ്? 80% ആണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അത് എത്രയാണ് ആക്ച്വൽ കണ്ടുപിടിക്കാനാണ് നമ്മളിത് ചെയ്യുന്നത്. എത്രയാണ്? 10 lakh ആണ് നമുക്ക് കിട്ടുന്നത്. വർക്ക് അൺസർട്ടിഫൈഡ് ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത് 24,000 ആണ്. മൊത്തം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വർക്കിംഗ് പ്രോഗ്രസ് കിട്ടും. എത്ര? 10,24,000. ഓക്കെ. ഇനി നമ്മൾ പ്ലാന്റിന് ലോസ് വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത് നമ്മൾ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് പ്ലാന്റ് ലോസ് എഴുതണം. എത്രയാണ്? 5,000 ആണ് പ്ലാന്റിന് ലോസ് വന്നിട്ടുള്ളത്. ഓക്കെ. ദെൻ പ്ലാന്റ് റിട്ടേൺഡ് ഉണ്ട്. പ്ലാന്റ് റിട്ടേൺ ചെയ്തത് 10,000 ആണ് പ്ലാന്റ് റിട്ടേൺ ചെയ്യുന്നത്. അതിനും നമ്മൾ എന്ത് ചെയ്യണം? 20% ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്ത് വേണം കൊടുക്കാൻ. അപ്പോൾ ഇവിടെ ഡിപ്രീസിയേഷന് 20% എന്ത് ചെയ്തിട്ടുണ്ട്? മൈനസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ദെൻ പ്ലാന്റ് അറ്റ് സൈറ്റ്. പ്ലാന്റ് അറ്റ് സൈറ്റ് നമുക്ക് മൊത്തം പ്ലാന്റ് എത്രയായിരുന്നു? 40,000 ആണ്. ഈ 40,000-ൽ നിന്നും നമ്മൾ എന്ത് കുറയ്ക്കണം? 5,000. അതായത് പ്ലാന്റിന് വന്നിട്ടുള്ള ലോസ് മൈനസ് ചെയ്യണം. അതേപോലെ പ്ലാന്റ് റിട്ടേൺ ചെയ്ത 10,000 മൈനസ് ചെയ്യണം. മൊത്തം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് അവസാനം കിട്ടുന്ന എമൗണ്ട് ആണ് എന്ത്? 2,25,000. എന്നിട്ട് എന്ത് ചെയ്യണം? 25,000 നിന്നും ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യണം? 20% ഡിപ്രീസിയേഷൻ നമ്മൾ പിന്നെയും മൈനസ് ചെയ്യണം. അപ്പോൾ കിട്ടുക 3,750 ആണ് വരുന്നത്. അപ്പോൾ ദെൻ പ്ലാന്റ് അറ്റ് സൈറ്റിൻ്റെ എമൗണ്ട് 21,250. ഇനിയാണ് നമ്മളോട് സെയിൽ ഓഫ് മെറ്റീരിയൽ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്രയാണ് സെയിൽ. നമ്മൾ പറഞ്ഞ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. സർട്ടൻ മെറ്റീരിയൽ കോസ്റ്റിംഗ് ₹5,000 വിച്ച് വർ ഫൗണ്ട് അൺസ്യൂട്ടബിൾ ഫോർ ദ കോൺട്രാക്ട് വർ സോൾഡ് ഫോർ 6,000. അതായത് നമുക്ക് സ്യൂട്ടബിൾ അല്ലാത്ത മെറ്റീരിയൽ ആയിരുന്നു. 5,000 മെറ്റീരിയൽ ഉണ്ടായിരുന്നു. നമ്മൾ 6,000 വിറ്റു. അപ്പോൾ നമ്മൾ വിറ്റ എമൗണ്ട് സെയിൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞ് 6,000 എഴുതണം. അതേപോലെ നമ്മളിവിടെ പ്രോഫിറ്റ്, ഇത് പ്രോഫിറ്റിനാണ് വിട്ടത്. എത്ര ആണ് പ്രോഫിറ്റ് വന്നത്? 1,000 പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കോൺട്രാക്റ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓൺ മെറ്റീരിയൽ സെയിൽ ചെയ്തതെന്നുള്ള പ്രോഫിറ്റ് എത്രയാണ്? 1,000. അത് നമ്മളിവിടെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ദെൻ മെറ്റീരിയൽ ഇൻ ഹാൻഡ് വന്നിട്ടുണ്ടായിരുന്നു. എത്രയാണ്? 31,000. ദെൻ നമ്മൾ അതിനെന്ത് ചെയ്യുന്നു? ബാലൻസ് ചെയ്യുന്നു. ബാലൻസിങ് എമൗണ്ട് കൂടുതലുള്ളത് ക്രെഡിറ്റ് സൈഡിലാണ്. 10,94,000. അപ്പോൾ ഇതുമായിട്ടും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നോഷണൽ പ്രോഫിറ്റ് കിട്ടും. നോഷണൽ പ്രോഫിറ്റ് എത്ര വന്നു? 3 lakh. ഇനി നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ സാധാ പ്രോസസ്സ് ചെയ്യുക. എന്താണ്? നോഷണൽ പ്രോഫിറ്റിനെ ക്രെഡിറ്റ് സൈഡിലോട്ട് ബ്രോഡ് ഫോർവേഡ് ചെയ്യാം. ദെൻ പ്രോഫിറ്റിനെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കും വർക്കിംഗ് പ്രോഗ്രസ്സിലേക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അതാണ് ചെയ്തത്. ഈ 3 lakh നോഷണൽ പ്രോഫിറ്റിനെ നമ്മൾ എന്ത് ചെയ്തു? ക്രെഡിറ്റ് സൈഡിലോട്ട് ഇട്ടു. ഓക്കെ. ക്രെഡിറ്റ് സൈഡിലോട്ട് എന്ത് ചെയ്തു? അതിനെ ബ്രോഡ് ഫോർവേഡ് ചെയ്തു. ദെൻ ഈ ഒരു 3 lakh നമ്മൾ എന്ത് ചെയ്യണം? ഇനി കമ്പയർ ചെയ്യണം അല്ലേ? വർക്ക് സർട്ടിഫൈ ചെയ്തതും അതേപോലെ നമ്മുടെ എത്രയാണ് സൈറ്റ്, അതായത് കോൺട്രാക്റ്റ് പ്രൈസുമായിട്ട് നമ്മളതിനെ എന്ത് ചെയ്യണം? കമ്പയർ ചെയ്ത് നോക്കണം. ഓക്കെ. കമ്പയർ ചെയ്യുമ്പം നമുക്ക് തന്നിട്ടുള്ളത് വർക്ക് സർട്ടിഫൈഡ് എത്രയായിരുന്നു? അല്ല, കോൺട്രാക്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 15 lakh ആയിരുന്നു അല്ലേ? ക്വസ്റ്റ്യനിലുള്ളത് 15 lakh ആണ്. വർക്ക് സർട്ടിഫൈഡ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 10 lakh ആണ് അല്ലേ? 10 lakh ആണ്. അപ്പോൾ ഇത് പകുതിയിൽ കൂടുതലാണ്. ഇപ്പോൾ പകുതിയിൽ കൂടുതലാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നോഷണൽ പ്രോഫിറ്റിൻ്റെ 2/3 എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് ബാലൻസ് ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ളത് എന്ത് ചെയ്യുക? വർക്കിംഗ് പ്രോഗ്രസ്സിലേക്കും കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെയിൽസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. സെയിൽസ് എന്താണ്? പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മളത്
എന്ത് ചെയ്യണം, ഡെബിറ്റ് സൈഡിലേക്ക് എഴുതണം, സെയിൽ ചെയ്ത എമൗണ്ട് ക്രെഡിറ്റ് സൈഡിലും മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാവരും പ്രോബ്ലം നോട്ടിലോട്ട് എഴുതാം, പ്രോബ്ലം ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.